ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു Kettle&Krafts. അപ്പോൾ ഞങ്ങൾ ഡൽഹിയിലെ തണുപ്പെല്ലാം മാറി ഇങ്ങനെ സമ്മറിലേക്ക് കടക്കുവാണ്. ചെറിയ ചൂടൊക്കെ വന്നു തുടങ്ങി. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കൃഷിയൊക്കെ നല്ലതായിട്ട് എല്ലാം കിളിച്ചു വരാനൊക്കെ തുടങ്ങി. എല്ലാം തക്കാളി എല്ലാം പയ്യെ മഴയൊന്ന് പെയ്തു ചെറിയ ചൂട് വന്നപ്പോഴത്തേന് പയ്യെ തലയെല്ലാം പൊട്ടി തുടങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കറ്റാവാഴപ്പഴയുടെ അച്ചാറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതെനിക്ക് പറഞ്ഞു തന്നത് എൻ്റെ മമ്മിയുടെ ചേച്ചി, വലിയ മമ്മി ആണ്. മമ്മി ബിക്കാനിയറിലാണ്. അപ്പം മമ്മി നാട്ടിൽ വരുന്ന സമയത്ത് ഇതുപോലെ ഇതിൻ്റെ ഈ കറ്റാവാഴപ്പഴയുടെ അച്ചാറിട്ടുണ്ട് വരാറുണ്ട്. അപ്പം എൻ്റെ മമ്മി ഉണ്ടാക്കാറുണ്ട്. മമ്മി ഉള്ളതുകൊണ്ട് ഞാൻ ചേച്ചി മമ്മി അങ്ങനെ ഉണ്ടാക്കിക്കാണ്. അപ്പം നമുക്ക് എനിക്ക് നല്ല കണ്ട ഇത്രയും വലിയ കറ്റാവാഴപ്പഴം നോക്കാം. അതിന് പൂ വരെ വന്നിട്ടുണ്ട്. പൂവുണ്ടോ? നല്ല പൂവൊക്കെ പൊഴിഞ്ഞു പോയി തുടങ്ങി. പൂവൊക്കെ വന്നു. ഇത്രയും വലിയത് ആണ് ഈ കറ്റാവാഴപ്പഴം ഉണ്ടായി. നമുക്ക് എല്ലാത്തിനും അറിയാം കറ്റാവാഴപ്പഴം ജ്യൂസ് ഇട്ട് കുടിക്കാൻ നല്ലതാണ്. നല്ല പിന്നെ എന്താ പറയുന്നത്, കൊളസ്ട്രോളും ഒക്കെ കുറയാൻ വേണ്ടി ഏറ്റവും നല്ലതാണ്. അപ്പം ഒരെണ്ണം വലുത്, 2 എണ്ണം മതിയേ. നമുക്ക് 2 എണ്ണം എടുക്കാം. ഏറ്റവും വലുത് നോക്കിയിട്ടെടുക്കാം. രണ്ടെണ്ണം മതി. ആദ്യം ഇത് ചെയ്തിട്ട് കുറച്ച് ചെയ്ത് നോക്കാം. മതി. ഇതുകൂടെ കറ്റാവാഴ ഇതുപോലെ കറ്റാവാഴപ്പഴം നട്ടു വയ്ക്കും. ഞാനിത് വേറെ കാണിച്ചിട്ട് ഞാൻ എന്താ ചെയ്യണമെന്നറിയാം. ഞാനിത് ഇത്രയും വലുതാക്കി കഴിഞ്ഞപ്പോൾ ഇത് ഞാൻ ഇൻഡോർ പ്ലാന്റ്സ് ആയിട്ട് വെക്കാറുണ്ട്. അകത്ത് കൊണ്ടുവന്നിട്ട് ചട്ടിയിൽ ആക്കിക്കൊണ്ട് വെക്കും. അപ്പം നമുക്ക് ഫ്രഷ് എയറിനൊക്കെ നല്ലതാണ്. ഞാൻ അതും ചെയ്യാറുണ്ട്. കറ്റാവാഴപ്പഴം എല്ലാം കഴുകി വൃത്തിയാക്കി വെക്കണം. കഴുകി വൃത്തിയാക്കി വെച്ചിട്ട് ഇനി എന്താ ചെയ്യേണ്ടത്? സൈഡ് രണ്ടും ജീവി കളഞ്ഞിട്ട് നടുക്കൂടെ കട്ട് ചെയ്യണം. അപ്പൊ അതെങ്ങനെ എടുക്കുന്നതെന്ന് നോക്കാം. കട്ട് ചെയ്യുന്ന എങ്ങനെയാണെന്ന് നോക്കാം. സൈഡ് 2 വശം ചീവിയിട്ട് കട്ട് ചെയ്യുന്നു. ഇത് കട്ട് ചെയ്യട്ടെ. ഇത് അപ്പം ഏതാണ്ട് ഇതുപോലെ കട്ട് ചെയ്യുക. തീരെ ചെറുതായിട്ട് കട്ട് ചെയ്തു. ഇനി നമുക്കിതിനെ വെള്ളത്തിൽ അടപ്പ വെച്ച് തിളപ്പിച്ചിട്ടെടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കണം. തോന്ന് കഴിഞ്ഞിട്ട് അച്ചാറിടാനൊക്കെ ഉണ്ട്. ഇതിനും പാത്രത്തിനകത്ത് ഇട്ടിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിക്കണം. ഒരു കപ്പ് വെള്ളം ഒഴിച്ചു. നമുക്ക് 1.5 കപ്പ് വെള്ളം ഒഴിക്കാം അല്ലേ അമ്മേ? ഇത്രയും മതി. തിളച്ചിത് വെള്ളം ഇറങ്ങും. ഇത് അപ്പോൾ 1 കപ്പ് വെള്ളം ഒഴിച്ചു. ഇനി നമുക്കിത് തിളപ്പിക്കണം നല്ലതായിട്ട്. എന്നിട്ട് നമുക്ക് സ്റ്റൗവിൽ വയ്ക്കാം. ഇത് നമുക്ക് വേവിച്ചെടുക്കണം. ഇപ്പം ഇങ്ങനെ തിളപ്പിച്ച് കഴിയുമ്പോൾ ഇതിൻ്റെ വഴുവഴുപ്പ് അങ്ങ് മാറും. അതിനു വേണ്ടിയാണ് ഇങ്ങനെ തിളപ്പിക്കുന്നത്. എന്നിട്ട് ഇത് അരിച്ചിട്ട് വെയിലത്ത് വെച്ച് ഉണക്കണം. മതി, ഇത്രയും ഇത് മതി. ബസ് നമുക്കിത് എടുക്കുവാണേ. നമുക്ക് അടിക്കാം. നല്ലതായിട്ട് ഇതിൻ്റെ വെള്ളം ഊറിപ്പോരണം. ഇല്ലെങ്കിൽ അച്ചാറുണ്ടാക്കുമ്പോൾ ചീത്തയായിരിക്കും. അതുകൊണ്ടാണ് കേട്ടോ. എന്നിട്ട് നമുക്ക് ഒന്ന് വെയിലത്ത് വെച്ച് ഉണക്കുവാണെങ്കിൽ ഒന്നുകൂടെ നല്ലതായിട്ട് പിന്നെ ടേസ്റ്റ് ആയിരിക്കും. നമുക്ക് ഈ അരിപ്പ പാത്രത്തിനകത്തോട്ട് ഇട്ടിട്ട് പിന്നെ വെള്ളം നല്ലതായിട്ട് തോന്നതിന് ശേഷം ഒന്നെങ്കിൽ നിരത്തിയിട്ടേ നല്ലതായിട്ട് വെള്ളം തോന്നിയിട്ടേ അച്ചാറുണ്ടാക്കാൻ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് ഇതൊന്ന് ഉണങ്ങാൻ വയ്ക്കാം. ഇത് കണ്ടല്ലോ, നമ്മൾ പിന്നെ വെയിലത്ത് വെച്ചിട്ട് ഈ വെള്ളം തോരാൻ വേണ്ടി മാത്രമാണ് ഉണക്കി വയ്ക്കുന്നത്. പിന്നെ നമുക്ക് അതിൻ്റെ കൂടെ വേണ്ടത് എന്താണെന്ന് വെച്ചാൽ സ്പെഷ്യൽ ഐറ്റം പറങ്ങേണ്ടി, കിസ്മിസും, പെരിഞ്ജീരകം, ഉലുവായ, കായപ്പൊടി, മഞ്ഞപ്പൊടി, മുളക് പൊടി, ഇത്രയും സാധനങ്ങളാണ്.
ഉപ്പ്, ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. ഇനി നമുക്ക് വെക്കണ്ടേ. ഇതിന്റെ എണ്ണ എന്ന് പറഞ്ഞാൽ കടുകെണ്ണയാണ് യൂസ് ചെയ്യേണ്ടത്. വേറെ ഏത് എണ്ണയ്ക്കകത്ത് യൂസ് ചെയ്തിട്ടും പ്രയോജനമില്ല കേട്ടോ. കടുകെണ്ണയ്ക്കകത്താണ് ഇത് ചെയ്യേണ്ടത്. അപ്പം നമ്മൾ ചീനിച്ചട്ടി ഓൺ ചെയ്തു. ഈ വെള്ളം തളിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ കടുകെണ്ണയുടെ ആ സ്മെല്ല് മാറാൻ വേണ്ടിയാണ്. നമ്മൾ പച്ചവെള്ളം ഇങ്ങനെ തളിച്ചു കൊടുത്താൽ മതി. ഇപ്പം കടുകെണ്ണയുടെ ആ സ്മെല്ല് നമുക്ക്, പ്രത്യേകിച്ച് മലയാളീസിന് കടുകെണ്ണയുടെ സ്മെല്ല് ഇഷ്ടപ്പെടത്തില്ല. അപ്പം ഈ ഒരു വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കാമെങ്കിൽ ആ സ്മെല്ല് അങ്ങ് മാറിക്കിട്ടും. ഉലുവായിട്ട് ഒന്ന് ഒന്ന് പൊട്ടണം. അത് കഴിഞ്ഞിട്ട് എന്നിട്ട് പെരിഞ്ചീരകം ഇടണം. പിന്നെ നമ്മൾ പെരിഞ്ചീരകം ഇട്ടു. അത് കഴിഞ്ഞ് അണ്ടിപ്പരിപ്പ് ഇട്ടു. എന്നിട്ട് ഇതൊന്ന് കാഷ്യൂ നട്ട് ഇട്ടു. കാഷ്യൂ നട്ട് നല്ലതായിട്ടൊന്ന് ഫ്രൈ ആയി വരുമ്പോഴത്തേക്ക് നമുക്ക് കിസ്മിസ് ഇടാം. ഇതൊരു ഹെൽത്തി പിക്കിളാണ്. കാഷ്യൂ ഉണ്ട്, അറിയാനുള്ള കറ്റാവാഴപ്പള നമ്മുടെ വയറിന് ഏറ്റവും നല്ല ഒരു ഇതാണ്. പിന്നെ കൊളസ്ട്രോൾ കുറയ്ക്കാനും ഒരു, പിന്നെ പ്രത്യേകിച്ച് കടുകെണ്ണയ്ക്കകത്താണ്. കടുകെണ്ണ എന്ന് പറയുന്നത് ഒരു ഹെൽത്തി എണ്ണ തന്നെയാണ്. എന്നിട്ട് ഇനി ഇത് കറ്റാർവാഴപ്പഴം ഇടാനും മഞ്ഞപ്പൊടിയൊക്കെ ഉണ്ടായിരുന്നു. ഇനിയായിരുന്നു അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ കറ്റാവാഴപ്പഴം ഇട്ടു. ഇനി മഞ്ഞപ്പൊടി എത്ര, ഒരു സ്പൂൺ ഉണ്ടോ? 1 സ്പൂൺ ഇടണം. 1 സ്പൂൺ മഞ്ഞപ്പൊടി. മഞ്ഞപ്പൊടി 1/4 സ്പൂൺ ഇട്ടിളക്കി. മുളക് പൊടി തീ കുറച്ച് വെച്ചു. എത്ര വേണോ? 1 സ്പൂൺ ഉണ്ട്. 1 സ്പൂൺ വേണമെന്നില്ല, നോക്കട്ടെ. മുളക് പൊടി ഇട്ടു. പൊടി എടുക്കുക. കായപ്പൊടി ഇത്ര പേരെ ഒരു കാലില്ല, ഒരു പിഞ്ചായിട്ടിട്ടു. ഇനി നമുക്ക് ഉപ്പ് പൊടിയും കൂടി ഇടാം. വിനാഗിരി ഒഴിച്ചാൽ വിനാഗിരി ഒഴിക്കാനോ? എന്നിട്ട് കുറച്ച് സ്വല്പം വിനാഗിരി, സ്വല്പം അത് ഒഴിച്ചു. മതി. എന്നിട്ട് 1/2 സ്പൂൺ വിനാഗിരി, 1 സ്പൂൺ പഞ്ചസാര. ഒരു മധുര റെസിപ്പിയാണ്. പഞ്ചസാര ഇതുപോലെ ഇത്ര മതിയോ? തിരിഞ്ഞിട്ടെടുക്കാം. 1/2 ടീസ്പൂൺ പഞ്ചസാരയും ഇടാം. പഞ്ചസാരയും ഇട്ടു. പഞ്ചസാര വേണ്ടാത്തവർക്ക് ശർക്കര ചേർക്കാം. പിന്നെ പഞ്ചസാരയും ശർക്കരയും ഒന്നും വേണ്ടാത്തവർക്ക് ഒന്നും ഇടാം. പക്ഷെ ഇതിൻ്റെ സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ മധുരമാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യല്. പ്രത്യേകിച്ച് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇതൊരു നോർത്ത് ഇന്ത്യൻ അച്ചാറാണ്. അങ്ങനെ അലോവേര പിക്കിള് റെഡിയായി.
എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ലൊരു പിക്കിളാണ്, ഒരു വെറൈറ്റിയുമാണിത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി കണ്ടെല്ലാം കറ്റാവാഴപ്പഴം കൊണ്ട് ഉണ്ടാക്കിയ അച്ചാറാണ്. അതിനകത്ത് നമ്മൾ എല്ലാ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ കുറച്ച് നമ്മളിന്ന് ഉണ്ടാക്കിയിട്ടുള്ളൂ. അതുപോലെ തന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ലൊരു ഹെൽത്തി റെസിപ്പിയാണ്. എപ്പോൾ വേണമെങ്കിൽ നമുക്ക് കഴിക്കാവുന്നതാണ്. പക്ഷേ ഇത് പിന്നെയും ഞാൻ പറഞ്ഞ ഇത് കടുകെണ്ണയ്ക്കകത്ത് വേണം ഉണ്ടാക്കാൻ. പിന്നെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഓക്കെ, ബൈ.